32 പേരുടെ മരണത്തിനിടയാക്കിയ രാജ്കോട്ട് TRP ഗെയിമിംഗ് കേന്ദ്രത്തിലെ ദുരന്തത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നു. ഗെയിമിംഗ് സെന്ററിന് സമീപത്ത് സൂക്ഷിച്ചിരുന്ന സാധനങ്ങളിലേക്ക് വെൽഡിംഗ് മെഷീനിൽ നിന്ന് വീണ തീപ്പൊരിയാണ് അപകടത്തിന് കാരണമായത് എന്നാണ് പോലീസ് പറയുന്നത്. ബി ബാലഗോപാൽ വിവരങ്ങളുമായി ചേരുകയാണ്. ബാലു, അപകടത്തെ സംബന്ധിച്ച് കൂടുതൽ വ്യക്തത വരികയാണ്. മാധു, തീർച്ചയായും ഈ അപകടത്തിന്റെ കാരണങ്ങളെ സംബന്ധിച്ച് ഒരു വ്യക്തത ഈ CCTV ദൃശ്യങ്ങളിലോടുകൂടി ലഭിച്ചിരിക്കുന്നുവെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. രാജ്കോട്ട് TRP ഗെയിമിംഗ് കേന്ദ്രത്തിലെ ഈ ദുരന്തത്തിന്റെ ഉണ്ടായ സ്ഥലത്തെ ഈ വിവിധ CCTV ദൃശ്യങ്ങളാണ് ഇപ്പോൾ പോലീസ് പുറത്തുവിട്ടിരിക്കുന്നത്. ഇതിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാണ്, അതായത് ഈ ഗെയിമിംഗ് സെന്ററിന് സമീപത്ത് സൂക്ഷിച്ചിരുന്ന കത്തിപ്പടരുന്ന സാധനങ്ങളിലേക്ക് ബിൽഡിംഗ് മെഷീനിൽ നിന്ന് വീണ തീപ്പൊരിയാണ് ഈ അപകടത്തിന് കാരണമായതെന്നാണ് ഇപ്പോൾ വ്യക്തമാകുന്നത്. പോലീസിന്റെ പ്രാഥമിക അന്വേഷണത്തിലും ഇത്തരത്തിലുള്ള കണ്ടെത്തലുകളാണ് ലഭിച്ചിരിക്കുന്നത്. ഈ ജനറേറ്റർ പ്രവർത്തിക്കുന്നതിനും അതുപോലെ തന്നെ ഗോകാർട്ടിന്റെ ആവശ്യങ്ങൾക്കുമായി ഏതാണ്ട് 3000-ലധികം ലിറ്റർ ഡീസലും പെട്രോളും അവിടെ ശേഖരിച്ചു വെച്ചിരുന്നു. ഇതിലേക്കാണ് ഈ തീപ്പൊരി എത്തുകയും തുടർന്ന് തീ ആളിക്കത്താൻ കാരണമായതെന്നുമാണ് ഈ ദൃശ്യങ്ങളിൽ നിന്ന്, അതായത് പോലീസിന് ലഭിച്ച CCTV ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത്. ഈ ഗെയിമിങ്ങിനായി നിർമ്മിച്ച ഫൈബർ കൂടാരം പൂർണ്ണമായും കത്തി അമർത്തുകയും ചെയ്തിട്ടുണ്ട്. ഈ ശക്തമായ കാറ്റ് വീശിയതാണ് ഈ കെട്ടിടം വീശിയതും ഈ കെട്ടിടം പൂർണ്ണമായും നിലംപൊത്തിയതും കാരണം ഈ രക്ഷാപ്രവർത്തനത്തിന് വലിയ വെല്ലുവിളി സൃഷ്ടിച്ചിരുന്നുവെന്നാണ് ഈ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത്. ഏതായാലും ഈ ഗെയിമിംഗ് കേന്ദ്രത്തിലേക്ക് പ്രവേശിക്കാനും പുറത്തിറങ്ങാനും ഒറ്റ വാതിൽ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. ആ വാതിലിലൂടെ ജനങ്ങൾ പുറത്തേക്ക് വരുന്ന, അതായത് ഈ അപകടത്തിൽപ്പെട്ടവർ പുറത്തേക്ക് വരുന്നതാണ് ഈ ദൃശ്യങ്ങളിലും മറ്റും കാണാൻ വേണ്ടി കഴിയുന്നത്. ഈ 3 ദിവസത്തിനുള്ളിൽ അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കാൻ ഈ പ്രത്യേക സംഘത്തിനോട് നേരത്തെ ഗുജറാത്ത് സർക്കാർ നിർദ്ദേശിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ആണ് ഈ അന്വേഷണ സംഘം ഇപ്പോൾ ഈ CCTV ദൃശ്യങ്ങൾ കണ്ടെത്തുകയും ചെയ്തിരിക്കുന്നത്. ഏതായാലും വലിയ ഗുരുതരമായ വീഴ്ചകളാണ് ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരിക്കുന്നതെന്നാണ് ഈ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത്. മാധു. ബി ബാലഗോപാലാണ് വിവരങ്ങൾ നൽകിയത്.